ഇവളെന്നാ ചെയ്തല്ലോ ഫയല് തിന്നാൻ. കുഴിമൂട്ടിൽ ധർമ്മജൻ ശാസ്ത്രി. എന്റെ പൊന്ന് ശാസ്ത്രി ഏട്ടാ, ഇവിടെ ഇങ്ങനെ ഇളിച്ചോണ്ട് നിന്നിട്ട് യാതൊരു കാര്യമില്ല. ആവശ്യത്തിനുള്ള കടലാസുകൾ വേണം, എന്നാലേ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാകത്തുള്ളൂ. എന്റെ പൊന്ന് ചേച്ചി, അല്ല സാറേ, ഇനി എന്നാ വേണമെന്നാ? ഓരോ തവണ വരുമ്പോഴും നിങ്ങളൊക്കെ പറയുന്ന കടലാസുകൾ എന്റെ അപ്പം കൊണ്ടും തന്നല്ലോ. അതെ, നടന്ന് അങ്ങേരിപ്പ കിടപ്പിലായി. ഈ ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് ഇപ്പൊ 1 വർഷമായി. അതിനിടയിലേ എന്റെ ഭാര്യ ഒന്ന് പെറ്റു, അറിയോ? അയ്യോ, അങ്ങനെയുണ്ടായോ? അയ്യോ, അതീ കാണിക്കുന്ന ആത്മാർത്ഥത ഇവിടെ അങ്ങ് കാണിച്ചാ പോരെ. ഏതെങ്കിലും ഒക്കെ കടലാസ് കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആവശ്യമുള്ളത് കൊണ്ടുവരണം. അല്ല, ഞാനിപ്പോ എന്നാ ചെയ്യണമെന്നാ? ശാസ്ത്രി ചേട്ടോ, ഒരുമാതിരി പൊട്ടം കളിക്കരുത്. പൂജ്യത്തിന്റെ എണ്ണം കൂടുമ്പോ കനം കൂടുന്ന നമ്മുടെ ഗാന്ധിജി ചിരിച്ചോണ്ടിരിക്കുന്ന ആ കടലാസില്ലേ, അത് ഇതുവരെ എത്തിയില്ലല്ലോ. ഓ, കൈക്കൂലി. അങ്ങനെയും പറയാം. ഇതിനു മുമ്പ് ഈ കസേരയുന്ന നാറിയുണ്ടല്ലോ, അല്ല ആ സാറുണ്ടല്ലോ, അയാൾ എന്റെ അപ്പൽ ഒരുപാട് കാശ് കൊണ്ട് വിഴുങ്ങിയതാ. ഇനി കാലാണ് കൈക്കൂലി വേണമെങ്കിൽ ഈ ധർമ്മജൻ ശാസ്ത്രി രണ്ടാമത് ഒന്നുകൂടെ ജനിക്കണം. അയ്യോ, അതിനൊക്കെ ഒരുപാട് താമസമല്ലേ. അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളും വൈകും. കടലാസുകൾ ഇനിയും കൊറേ വേണ്ടി വരും. കൃഷി വെള്ളപ്പൊക്കത്തിൽ നശിച്ചു എന്ന് ചുമ്മാതങ്ങ് പറഞ്ഞാ മതിയോ? അത് തെളിയിക്കാനുള്ള വില്ലേജ് ഓഫീസിൽ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, അന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ട്, പാടം നിങ്ങളുടേതാണെന്ന് തെളിയിക്കാനുള്ള കടലാസ്, പിന്നെ തന്റെ അപ്പം തന്നെയാണ് അന്ന് കൃഷി നടത്തിയെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റും വേണം. തൽക്കാലം ഇത്രയൊക്കെ കൊണ്ടുവാ, ബാക്കി നമുക്ക് അടുത്ത വരവിൽ പറയാം. കൃഷി അപ്പം തന്നെ ചെയ്യാൻ തെളിയിക്കാനേ അങ്ങേരെ കടം കയറി മുടിഞ്ഞപ്പോ കെട്ടിത്തൂങ്ങി ചാവാൻ വേണ്ടി ഒരു കയറ് വാങ്ങിയിരുന്നു. അത് വേണേ കൊണ്ടുവരാം. ഒന്ന് പോയേ, എനിക്കിവിടെ ഒരുപാട് പണി തീർക്കാനുള്ളതാ. പണി ഇപ്പൊ എന്റെ പണി തീർന്നു പറഞ്ഞാൽ മതിയല്ലോ. ശാസ്ത്രി കേട്ടോ, വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ലേ, 18 ഏക്കർ പാടത്ത് കൃഷി ഇറക്കിയപ്പം അന്ന് വിത്തെറിഞ്ഞ കൃഷിമന്ത്രിയാ. അന്നേ ഞാൻ വിചാരിച്ചു അത് ഗുണം പിടിക്കാൻ പോലാണ്. ആഹാ, കൊള്ളാം. മക്കളില്ലാത്ത മന്ത്രിയെ കൊണ്ട് തന്നെ വിത്തെറിയിപ്പിക്കണം. ഇങ്ങനെ പോയാ ഞാൻ ഇവിടെ ഒരു വിത്തെറിയും. എന്തായി ധർമ്മജ, ധനസഹായം കിട്ടിയോ? ആടോ 3 കടുകേട്ടാ. അടുത്ത ആഴ്ച ഒന്നുകൂടെ വരും ആ തലയുടെ വിഷമം തീർക്കാൻ. ചെന്ന് പറഞ്ഞേക്ക്. എന്തത്? ഇത് 2 വിത്ത് വാഴ. ഇവിടെ എല്ലാ തണ്ടികളും വിത്തെറിയാൻ നടക്കണം. ഇത് ചില്ലറ കുഴപ്പമൊന്നും അല്ലല്ലോ. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് എന്റെ പിള്ള സാറേ? 2 എണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നുള്ള നേര രാവിലെ 7 മണിക്ക്. അതിനെന്താ, ഞാൻ മര്യാദയ്ക്ക് സാവധാനം വണ്ടി ഓടിച്ചോണ്ട് വരികയായിരുന്നു. ഒരു വളവ് തിരിഞ്ഞപ്പോ രാവിലെ ഊതിക്കിട കിണാപ്പുമായിട്ട് 2 പോലീസുകാർ. പെട്ടെന്നുള്ള വെപ്രാളത്തിന് ഞാൻ ഹെൽമെറ്റ് എടുത്ത് വെച്ചത് തിരിഞ്ഞു പോയി. പിന്നൊന്നും കാണാനും വയ്യ. എവിടെ ഇടിച്ചാ വണ്ടി നിന്നത്? വണ്ടി ഇടിച്ച ഉടനെ എന്റേതല്ലാത്ത ഒരു കരച്ചിലും. ഇടോ, ഞാൻ താഴെ വീണതും മോനെന്ന് വിളിച്ചൊരുത്തൻ കഴുത്തിന് പിടിച്ചു. കണ്ണു കറക്കുമ്പോ മേളി ഫാന്റെ താഴെയാ. ഈ പറഞ്ഞതൊക്കെയാണോ നടന്നതെന്ന് പടച്ചോന് മാത്രം അറിയാം. ഒന്ന് പോടൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബാലമാഷി ഇനിയും താമസിച്ചു വരുമല്ലോ, അന്ന് ബാക്കി അഭ്യാസം. സൈലൻസ്. യോഗാഭ്യാസം അക്ഷരം പോലും അറിഞ്ഞൂടാത്തവനെ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഇതില് എഴുത ഭാരതി കിട്ടില്ലേ? ഏതില്? ഈ റേഡിയോയില്. അതിനിത് റേഡിയോ ആണെന്ന് ആര് പറഞ്ഞു? ഇത് ശ്രുതിപ്പെട്ടിയാ. ഒരു സംശയം ചോദിച്ചതിന് അത്ര ചിരിക്കാൻ. നമുക്കിപ്പോ ക്ലാസ് ഇല്ലേ? ഉണ്ട്.
എങ്കിൽ പിന്നെ മണ്ടത്തരം വിളമ്പാതെ അങ്ങോട്ട് പോയിക്കൂടെ? അതെനിക്കറിയാം, പ്രത്യേകിച്ചാരും പഠിപ്പിക്കണ്ട. ഗ്രൗണ്ടിൽ കുട്ടികളെല്ലാം സെറ്റായിട്ട് ഞാൻ ചെന്നാൽ മതിയല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. ഇങ്ങോട്ട് തന്നേക്ക് മാഷേ. ഗോപി പിള്ളേ, എന്താ മാഷേ? ആ കത്തിങ്ങോട്ട് തന്നെ. ഏത് കത്ത്? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ? അപ്പൊ അത് അയക്കാനുള്ളതല്ലേ? അതെ, വായിക്കാനുള്ളതാണ്. പക്ഷെ എനിക്കതിൽ 1-2 വരികൾ തിരുത്താനുണ്ടായിരുന്നു. മെനക്കേടായല്ലോ. ഇപ്പൊ തന്നെ അരമണിക്കൂർ ലേറ്റാ. ആ, ഏത് അഡ്രസ് പറ. അഡ്രസ് പിന്നെ അല്ലെങ്കിൽ പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ഇട്ടത് തിരിച്ചെടുക്കുന്നത് നിയമവിരുദ്ധ. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിന് കത്തൊന്നുമില്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എത്ര കത്തുകളാ! ഭാഗ്യവാൻ. എന്ത് ഭാഗ്യം! ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹെഡ്മാഷ് വിളിക്കുന്നു. എന്തിന്? അതറിയില്ല. സംഗീതം ശിലകളെ പോലും അലിയിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ നിഷ്ക്രിയരും. പാടാ കഥയൊന്നുമല്ല, ലവ് ലെറ്ററാ. അലസരമാക്കുന്ന ചെപ്പടി വിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് സംഗീതത്തിന്റെ ഈ സ്വരാംഗ ലംഘന. എന്താണത്? സാറേ, ഇത് കഥയാ. കൊണ്ടുപോവാൻ നോക്കട്ടെ.
ആരടാ ഇത് എഴുതിയത്? അറിഞ്ഞൂടാ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയ എന്റെ കയ്യിൽ കൊണ്ടുതരാ കേട്ടാ. ക്ലാസ്സിൽ പോ, വേഗം പോടാ. എന്തു പറ്റിയ ടീച്ചർ? എന്താ ടീച്ചർ? ടീച്ചർ എന്തിനാ കരയുന്നത്? താമല്ല അനാവശ്യം കാണിച്ചോ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അവർ കരഞ്ഞോണ്ട്? നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശമ്പളം വാങ്ങാൻ വന്ന നിർമ്മല ടീച്ചർ കരഞ്ഞോണ്ടാ പുറത്തേക്ക് പോയത്. കുറെ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഒറ്റ കീട്ടിപ്പോ കയറി പിടിച്ചാണും. ഇവിടെ എന്താ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ?